എല്ലാവർക്കും നമസ്കാരം. 7th സ്റ്റാൻഡേർഡിലെ 9th യൂണിറ്റായ മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത് എന്നുള്ള പാഠഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ആദ്യമായി ഒരു കോൺവെർസേഷൻ തന്നിരിക്കുന്നു. ഒരു കുട്ടിയും അച്ഛനും തമ്മിലുള്ളതാണ്. നമുക്കത് നോക്കാം. ഡാഡ്, അവർ ട്രിപ്പ് ടു മീശപ്പുലിമലൈ യെസ്റ്റർഡേ വാസ് ഇൻട്രസ്റ്റിംഗ്, വാസിൻറ്റ് ഇറ്റ്? മീശപ്പുലിമലയിലേക്കുള്ള നമ്മുടെ ഇന്നലത്തെ യാത്ര നല്ല രസകരമായിരുന്നു അല്ലേ അച്ഛാ? അപ്പോൾ ആ ഡാഡിൻ്റെ റിപ്ലൈ എന്താണെന്ന് നോക്കാം. യെസ്, ഇറ്റ് വാസ് എ വെരി ഗുഡ് ട്രിപ്പ് ഇൻഡീഡ്. വി കുഡ് റീച്ച് ദെയർ ഈസിലി ആസ് വി വെയർ ഏബിൾ ടു യൂസ് ദ ഡിജിറ്റൽ മാപ്പ് ഓൺ അവർ മൊബൈൽ ഫോൺ പ്രോപ്പർലി. അതെ, വളരെ നല്ലൊരു യാത്രയായിരുന്നു. മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ മാപ്പ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അവിടെ എത്തിച്ചേരാൻ സാധിച്ചു. അപ്പോൾ ആ കുട്ടി വീണ്ടും പറയുകയാണ്, വാട്ട് എ ഫൺ ഇറ്റ് വാസ് ടു ഡിസ്കവർ ന്യൂ പ്ലേസസ് ആൻഡ് ഗാദർ ഇൻഫർമേഷൻ ബൈ ഒബ്സർവിംഗ് മാപ്സ് ആൻഡ് ഗ്ലോബ്സ്. ഈ ഭൂപടങ്ങളും ഗ്ലോബുകളും ഒക്കെ നിരീക്ഷിച്ച് പുതിയ സ്ഥലങ്ങളും അവയുടെ വിവരങ്ങളും ഒക്കെ കണ്ടെത്തുന്നത് എന്ത് രസകരമാണ്. അപ്പോൾ ആ അച്ഛൻ്റെ മറുപടി എന്താണെന്ന് നോക്കാം. യെസ്, മാപ്സ് ആർ എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് വി യൂസ് ഡിഫറെൻറ്റ് മാപ്സ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. വി യൂസ് പ്രിൻറ്റഡ് മാപ്സ് ടു ഡിജിറ്റൽ മാപ്സ് ദീസ് ഡേയ്സ്. അതെ, ഭൂപടങ്ങൾ ഒരു മികച്ച വിവര സ്രോതസ്സുകളാണ്. നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത തരത്തിലുള്ള ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യയോടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ കുട്ടി വീണ്ടും ചോദിക്കുകയാണ്, Now onwards, when we plan our next trip, fixing the places and the route in advance using a map, we can save time and the journey will also be more enjoyable. Won't it, Dad? ഇനി അടുത്ത യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പോകേണ്ട സ്ഥലങ്ങളും വഴികളും ഭൂപടം ഉപയോഗിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചാൽ നമുക്ക് സമയം ലാഭിക്കാം, യാത്ര കൂടുതൽ രസകരമാകും അല്ലേ അച്ഛാ? അപ്പോൾ ഇതാണ് ആ അച്ഛനും മകനും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ ഒരു കുട്ടിയും അച്ഛനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ ഇത്രയും നേരം വായിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഭൂപടങ്ങൾ ഒരു യാത്രയിൽ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ വാഹനങ്ങളിലും മൊബൈൽ ഫോണുകളിലും ഒക്കെ എന്തുണ്ട്? ഡിജിറ്റൽ മാപ്പുകൾ നമുക്ക് ലഭ്യമാണ്. അങ്ങനെയുള്ള ഡിജിറ്റൽ മാപ്പുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ സ്കൂളുകളിലെ സോഷ്യൽ സയൻസ് ലാബുകളിൽ ഇത്തരം പലതരത്തിലുള്ള മാപ്പുകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് മാപ്പിൻ്റെ ഉപയോഗം എന്ന് നോക്കാം. അപ്പോൾ ഒരു ചോദ്യം നോക്കാം. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് മാപ്പ് ആർ യൂസ്ഡ്? അതായത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ മാപ്പുകൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ അവിടെ നമുക്ക് പോയിന്റ് തന്നിരിക്കുന്നത് മാപ്സിന്റെ യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടു ലൊക്കേറ്റ് എ പ്ലേസ്, അതായത് ഒരു സ്ഥലം നമുക്ക് നിർണ്ണയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ സ്ഥലം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാപ്പ് ഉപയോഗിക്കാം. അടുത്തത് ടു ഫൈൻഡ് ദ റൂട്ട് ടു എ ഡെസ്റ്റിനേഷൻ സയന്റിഫിക്കലി, ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എവിടെയാണോ ചെല്ലേണ്ടത് അവിടേക്ക് ചെല്ലാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വഴി കണ്ടെത്തുന്നതിന് നമുക്ക് മാപ്പുകൾ ഉപയോഗിക്കാം. അടുത്തത് ടു അണ്ടർസ്റ്റാൻഡ് ദ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ്, അതായത് ഭൂമിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഭൂപ്രകൃതി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാപ്പുകൾ ഉപയോഗിക്കാം. അതായത് കരയാണോ കടലാണോ എങ്ങനെയുള്ള ഭൂപ്രകൃതിയാണോ എന്നൊക്കെ നമുക്ക് മാപ്പിൽ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് മാപ്പുകളുടെ ഉപയോഗമെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് എഴുതാവോ? ഒരു പോയിന്റ് എഴുതാനുള്ള സ്ഥലം അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ടു യൂസ് മിലിറ്ററി ഓപ്പറേഷൻസ്, അതായത് സൈനിക നടപടികൾക്ക് അല്ലെങ്കിൽ സൈനികരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാപ്പുകൾ ഉപയോഗിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ആണെങ്കിൽ അതിർത്തി ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനും അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തികളൊക്കെ പങ്കിടുന്നുണ്ടെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങളെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാപ്പുകൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാപ്പുകളുടെ യൂസ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് മാപ്സ് ആർ യൂസ്ഡ്? ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് മാപ്പുകൾ ഉപയോഗിക്കുന്നത്? ടു ലൊക്കേറ്റ് എ place, to find the route to a destination scientifically, to understand the geographic features, to use military operations. അടുത്തതായിട്ട് നമുക്കൊരു ആക്ടിവിറ്റി തന്നിരിക്കുന്നു. ദ പിക്ചേഴ്സ് ഓഫ് എ ഗ്ലോബ് ആൻഡ് എ മാപ്പ് ആർ ഗിവൺ ബിലോ. ഒബ്സർവ് ദം ആൻഡ് ഐഡന്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ബേസ്ഡ് ഓൺ ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. യു ക്യാൻ ഓൾസോ യൂസ് ഗ്ലോബ് ആൻഡ് മാപ്പ് ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ് ഫോർ ദ പർപ്പസ്. അതായത് ഒരു മാപ്പും ഗ്ലോബും നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് കണ്ടെത്താൻ അതിന് ചില ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, ഏത് രീതിയിലാണ് കണ്ടെത്തേണ്ടതെന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ സോഷ്യൽ സയൻസ് ലാബിലെ ഗ്ലോബും ഭൂപടവും എന്നൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെയാണ്: ഷേപ്പ്, ലാറ്റിറ്റ്യൂഡ് ഓർ ലോഞ്ചിറ്റ്യൂഡ്സ്, യൂസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പേജ് നമ്പർ 134, അതായത് അടുത്ത പേജ് നിങ്ങളൊന്ന് നോക്കിയാട്ടെ. അത് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം.
അപ്പോൾ പേജ് നമ്പർ 134 ആക്ടിവിറ്റി നോക്കാം. സം മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദം ആസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാപ്സ്. അതായത് ഇവിടെ ഗ്ലോബിൻ്റെ മാപ്പിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് തന്നിരിക്കുന്നു, അതിനെ ഒന്ന് തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒന്ന് ഗ്ലോബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും മാപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും തരംതിരിക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം, അത് ഗ്ലോബിൻ്റെ ആണോ മാപ്പിൻ്റെ ആണോ നോക്കാം. ഒന്നാമത് തന്നിരിക്കുന്നത് എ റിയൽ മോഡൽ ഓഫ് ദ എർത്ത്, അതായത് എർത്തിന്റെ യഥാർത്ഥ മാതൃക. അത് ഗ്ലോബ് ആണോ മാപ്പ് ആണോ? നമുക്ക് പിക്ചറിലേക്ക് നോക്കാം. നമ്മൾ കണ്ടിട്ടുണ്ട് ഗ്ലോബുകളും മാപ്പുകളും. അപ്പോൾ യഥാർത്ഥ മാതൃക എന്ന് പറയുന്നത് ഗ്ലോബ് ആണ്. അടുത്തത് 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദ എർത്ത്, അതായത് 2 ഡയമെൻഷണൽ ഇമേജ് ആണ്, ദ്വിമാന ചിത്രീകരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പേപ്പറിൽ നമ്മൾ വരയ്ക്കുന്നതിനെയാണ് 2 ഡയമെൻഷണൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പേപ്പറിൽ വരച്ചിരിക്കുന്നത് ഒരു മാപ്പാണ്. അടുത്തത് സ്പെറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ എർത്ത് എന്ന് വെച്ചാൽ സ്പെറിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു, ഗോളാകൃതിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഗ്ലോബ് ആണ്. അടുത്തത് റെപ്രസെന്റേഷൻ ഓഫ് ദ ഓൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസ്, അതായത് ഭൂമിയെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഭാഗങ്ങളോ ഒരു പ്ലെയിൻ സർഫസിൽ ഒരു പരന്ന തലത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതിനെ പറയുന്നത് മാപ്പ് എന്നാണ്. gives a comprehensive visual sense of the earth as it is illustrated completely. അതായത് ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വിഷ്വൽ എഫക്റ്റ് നമുക്ക് കിട്ടുന്നു. അങ്ങനെ ചെയ്യുന്നത് എന്താണ്? ഗ്ലോബ് ആണ്. അടുത്തത് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇല്ലസ്ട്രേറ്റഡ് ആസ് സ്ട്രെയിറ്റ് ലൈൻസ്, അതായത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നിങ്ങൾക്ക് അറിയാം, ഗ്ലോബിൽ വരയ്ക്കുന്ന അല്ലെങ്കിൽ മാപ്പിൽ വരയ്ക്കുന്ന വരകളെയാണ് പറയുന്നത്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നേർരേഖയിൽ നേരെ വരച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? മാപ്പിലാണ്. അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലസ്ട്രേറ്റഡ് ആസ് കോൺസെൻട്രിക് സർക്കിൾ. അതായത് ലോഞ്ചിറ്റ്യൂഡ് ലൈനിനെ സെമി സർക്കിളായിട്ടും ലാറ്റിറ്റ്യൂഡ് ലൈനിനെ ഫുൾ സർക്കിളായിട്ടും വരച്ചു വെച്ചിരിക്കുന്നത് ഏതിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഗ്ലോബ് ആണ്. അടുത്തത് വെരി യൂസ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഓഫ് എ സ്പെസിഫിക് പ്ലേസ് ആൻഡ് ഫോർ പ്ലാനിങ് ദ റൂട്ട് ഫോർ എ ട്രിപ്പ്, അതായത് ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഒരു യാത്രയ്ക്കായിട്ട് നമ്മൾ വഴികളൊക്കെ കണ്ടെത്തി അത് പ്ലാൻ ചെയ്ത് വെക്കുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് എന്ന് പറയുന്നത് മാപ്പാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ. അപ്പോൾ ഇതിനകത്തെ ഗ്ലോബിന്റെ ഉപയോഗങ്ങൾ ഏതാണെന്നും മാപ്പിന്റെ ഉപയോഗങ്ങൾ ഏതാണെന്നും നമ്മൾ തിരിച്ചു. ഇനി നമുക്കൊന്ന് പട്ടികപ്പെടുത്തി നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ടേബിൾ പോലെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിങ്ങനെയാണ്. അതാണ് ടേബിളിലേക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ് മാപ്പ്. ഗ്ലോബിന്റെ നോക്കാം. എ റിയൽ മോഡൽ ഓഫ് ദ എർത്ത്, എർത്തിന്റെ റിയൽ ആയിട്ടുള്ള മോഡൽ. അടുത്ത മാപ്പിലേക്ക് വരുമ്പോൾ 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദ എർത്ത്, എർത്തിന്റെ 2 ഡയമെൻഷണൽ ഇമേജ്. അടുത്ത ഗ്ലോബിന്റെ നോക്കാം. സ്പെറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ എർത്ത്, എർത്തിന്റെ ഗോളാകൃതിയിലുള്ള റെപ്രസെന്റേഷൻ ഓഫ് ദ ഓൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസ്, അതായത് എർത്തിനെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം മാത്രമോ ഒരു പരന്ന പ്രതലത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അത് മാപ്പാണ്. അടുത്ത ഗ്ലോബിന്റെ നോക്കാം. ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസ് ആർ ഇല്ലസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് ആർ ഇല്ലസ്ട്രേറ്റഡ് ആസ് കോൺസെൻട്രിക് സർക്കിൾ. ലോഞ്ചിറ്റ്യൂഡിനെ സെമി സർക്കിൾ ആയിട്ടും ലാറ്റിറ്റ്യൂഡിനെ ഫുൾ സർക്കിൾ ആയിട്ടും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു ഗ്ലോബില്. മാപ്പിലേക്ക് വരുമ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇല്ലസ്ട്രേറ്റഡ് ആസ് സ്ട്രെയിറ്റ് ലൈൻസ്. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്, നേർരേഖകളായിട്ടാണ്. അടുത്ത ഗ്ലോബിന്റെ പോയിന്റ് നോക്കാം. ഗീവ്സ് എ കോംപ്രിഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇല്ലസ്ട്രേറ്റഡ് കംപ്ലീറ്റ്ലി. അതായത് ഗ്ലോബിലാകുമ്പോൾ നമുക്ക് ഒരു എർത്തിന്റെ ഒരു കോംപ്രിഹെൻസീവ് വിഷ്വൽ കിട്ടുന്നുണ്ട്, സമഗ്രമായിട്ടുള്ള ഒരു ദൃശ്യം നമുക്ക് കിട്ടുന്നുണ്ട്. മാപ്പിലേക്ക് വരുമ്പോൾ വെരി യൂസ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഓഫ് എ സ്പെസിഫിക് പ്ലേസ് ആൻഡ് ഫോർ പ്ലാനിങ് ദ റൂട്ട് ഫോർ എ ട്രിപ്പ്. ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് റൂട്ട് പ്ലാൻ ചെയ്യുന്നതിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്തിന്റെ വിവരങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ച് എഴുതാം. ഇത് തന്നെയാണ് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് പേജ് നമ്പർ 133 നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഇത് തന്നെയാണ്. അപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ദ പിക്ചർ ഓഫ് എ ഗ്ലോബ് ആൻഡ് എ മാപ്പ് ആർ ഗിവൺ ബിലോ. ഒബ്സർവ് ദം ആൻഡ് ഐഡന്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ബേസ്ഡ് ഓൺ ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ഗ്ലോബിന്റെയും മാപ്പിന്റെയും വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഗ്ലോബിന്റെയും മാപ്പിന്റെയും വ്യത്യാസങ്ങൾ. നൗ സേ വാട്ട് ആർ മാപ്സ്. അപ്പോൾ മാപ്സ് എന്താണ് എന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം. Maps are made by representing the whole earth or a portion of it on a plane surface
such plain surface on which the earth is partially or completely depicted are called maps. അതായത് മാപ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചിട്ടാണ് മാപ്പുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പരന്ന പ്രതലങ്ങളെയാണ് മാപ്പുകൾ എന്ന് പറയുന്നത്. അടുത്തതായി ഡിഫറെൻറ്റ് പർപ്പസസ് ഡിഫറെൻറ്റ് മാപ്സ്, അതായത് വ്യത്യസ്ത ആവശ്യങ്ങൾ വ്യത്യസ്ത മാപ്പുകൾ. Haven't you found out the different purposes of which maps are used? Is it possible for us to use the same map for all purposes? Our needs are different, and likewise, the maps we use will also be different. Maps can be classified based on the two factors given below. എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം മാപ്പുകൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഒരേ മാപ്പ് തന്നെയാണോ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ല, നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, അതിനനുസരിച്ച് മാപ്പുകളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ മാപ്പുകളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. മാപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ടു ഫാക്ടേഴ്സ് ഗിവൺ ബിലോ. രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ട് മാപ്പിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അത് ഒന്നാമത്തേത് ദ ഫങ്ഷൻ ഓഫ് ദ മാപ്പ്, അതായത് അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ ധർമ്മം അനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യാം. അടുത്തതായിട്ട് ദ സ്കെയിൽ ഓൺ വിച്ച് മാപ്സ് ആർ യൂസ്ഡ്, അതായത് മാപ്പുകൾ തയ്യാറാക്കുന്ന സ്കെയിൽ, അതിൻ്റെ അളവ്. അപ്പോൾ നമ്മളത് സ്കെയിലൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മാപ്പുകൾ തയ്യാറാക്കുന്ന സ്കെയിൽ അനുസരിച്ചിട്ടും രണ്ടായിട്ട് തിരിക്കുക. അപ്പോൾ മാപ്പുകളെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദ ഫങ്ഷൻസ് ഓഫ് ദ മാപ്പ്, ദ സ്കെയിൽ ഓൺ വിച്ച് മാപ്സ് ആർ യൂസ്ഡ്. അടുത്തായി പേജ് നമ്പർ 135, ദ ഹിസ്റ്ററി ഓഫ് മാപ്സ്, മാപ്പിൻ്റെ ചരിത്രമാണ് പറയാൻ പോകുന്നത്. ഭൂപട നിർമ്മാണത്തിൻ്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തിയുണ്ടാക്കിയിട്ടുണ്ട്. മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്നവയിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്? BCE 2500 കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കരുതപ്പെടുന്നു. മെസപ്പൊട്ടോമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണിത്. ഭൂമി ഉരുണ്ടതാണെന്ന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. ഇതനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചിരുന്നു. CE 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ചു വരുന്നതുവരെ ടോളമിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു. അതിനുശേഷം അവ കൊളംബസ്, കാബർട്ട്, മെഗലൻ, ഡ്രേക്ക്, വെസ്പൂച്ചി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായി മാറി. ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട്. ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായി കരുതപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഭൂപടത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അടുത്തായിട്ട് എക്സാമിൻ ദ ടൈറ്റിൽ ഓഫ് ദ മാപ്പ് ഇൻ യുവർ സ്കൂൾ സയൻസ് ലാബ് ആൻഡ് ലിസ്റ്റ് ദം. അതായത് സ്കൂൾ സയൻസ് ലാബിൽ കാണപ്പെടുന്ന മാപ്പുകളുടെ ടൈറ്റിലുകൾ നോക്കി ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് പൊളിറ്റിക്കൽ മാപ്പ്. പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ ഭൂപടം എന്നാണ്. രണ്ടാമത്തെ ഫിസിയോഗ്രാഫിക് മാപ്പ്, അതായത് ഭൂപ്രകൃതി ഭൂപടം എന്ന് പറയും. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, അതായത് ഗതാഗത ഭൂപടം. അടുത്തത് സോയിൽ മാപ്പ്, അതായത് മണ്ണ് ഭൂപടം. അടുത്തത് പോപ്പുലേഷൻ മാപ്പ്, അതായത് ജനസംഖ്യാ ഭൂപടം. അടുത്തത് ക്ലൈമറ്റ് മാപ്പ്, അതായത് കാലാവസ്ഥാ ഭൂപടം. അങ്ങനെ മാപ്പുകൾ പലതരത്തിലുണ്ട്. അപ്പോൾ മാപ്പുകൾ പലതരത്തിലുണ്ട്. അതിൻ്റെ പേരുകളൊന്നും കൂടെ നോക്കാം. പൊളിറ്റിക്കൽ മാപ്പ്, ഫിസിയോഗ്രാഫിക് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, സോയിൽ മാപ്പ്, പോപ്പുലേഷൻ മാപ്പ്, ക്ലൈമറ്റ് മാപ്പ്. അപ്പോൾ ഇത് കൂടാതെയും പലതരത്തിലുള്ള മാപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പേരുകൾ കൂടി അവിടെ എഴുതി ചേർത്തോളുക. Haven't you understood that each map has a different title? അതായത് നിങ്ങൾക്ക് ഒരു കാര്യം ഇപ്പം മനസ്സിലായി കാണും, പല മാപ്പുകൾക്കും പല ടൈറ്റിലുകളാണ്, പല പേരുകളാണ് ഉള്ളത്. ഈച്ച് മാപ്പ് ഈസ് ഗിവൺ എ ടൈറ്റിൽ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫംഗ്ഷൻ. അതായത് അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച്, അതിൻ്റെ ധർമ്മം അനുസരിച്ചിട്ട് ഓരോ മാപ്പുകൾക്കും അതിൻ്റെതായ പേരുകളുണ്ട്. Now examine the political map of Kerala. നമുക്ക് ഈ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് കേരള ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം, അതൊന്ന് നോക്കാം. We find information on the different districts of Kerala. അപ്പോൾ ആ പൊളിറ്റിക്കൽ മാപ്പിൽ നിന്നും നമുക്ക് കേരളത്തിലെ പലതരത്തിലുള്ള ജില്ലകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Likewise, list the information that you get after examining the political map of a continent, a country or a state. ഇതുപോലെ തന്നെ ഒരു കോണ്ടിനെൻറ്റിൻ്റെയോ ഒരു കൺട്രിയുടെയോ ഒരു സ്റ്റേറ്റിൻ്റെയോ പൊളിറ്റിക്കൽ മാപ്പ് നോക്കിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നൊന്ന് ലിസ്റ്റ് ചെയ്യുക.
അതോടൊപ്പം തന്നെ ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദ ഫങ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ മാപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പൊളിറ്റിക്കൽ മാപ്പിൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു കോണ്ടിനെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെയൊക്കെ ബൗണ്ടറീസ് എവിടെയാണ്, അവിടുത്തെ ഡിസ്ട്രിക്ട്സുകൾ ഏതാണ്, അവിടുത്തെ രാജ്യങ്ങൾ ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭൂപടമാണ് പൊളിറ്റിക്കൽ മാപ്പ്. അടുത്തായിട്ട് നോക്കാം. അറ്റ് ദ സെയിം ടൈം എ സോയിൽ മാപ്പ് ഷോസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ റീജിയൻ. അതായത് ഇതേ സമയത്ത് ഒരു സോയിൽ മാപ്പാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് പലതരത്തിലുള്ള സോയിൽ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഭാഗത്തുള്ള പലതരത്തിലുള്ള സോയിൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയുള്ള വിവരങ്ങളായിരിക്കും കിട്ടുന്നത്. അല്ലാതെ അവിടുത്തെ സ്റ്റേറ്റ്സുകളുടെ ബൗണ്ടറിയോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് വിവരങ്ങളോ ഒന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടത്തില്ല. ദ ഫങ്ഷൻ ഓഫ് ദ സോയിൽ മാപ്പ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഇൻ എ റീജിയൻ. ഒരു റീജിയനിലെ പലതരത്തിലുള്ള സോയിലുകളുടെ മണ്ണിൻ്റെ വിവരങ്ങളാണ് സോയിൽ മാപ്പിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ ഓരോ മാപ്പുകളും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും രണ്ട് എക്സാമ്പിൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നമ്മൾ പൊളിറ്റിക്കൽ മാപ്പ് പറഞ്ഞു, ഒന്ന് നമ്മൾ സോയിൽ മാപ്പ് പറഞ്ഞു. അപ്പം പൊളിറ്റിക്കൽ മാപ്പിൽ നമ്മൾ സ്റ്റേറ്റ് ബൗണ്ടറീസോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ബൗണ്ടറീസോ അങ്ങനെയുള്ള ബൗണ്ടറികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ സോയിൽ മാപ്പിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് പലതരത്തിലുള്ള മണ്ണുകളെ പറ്റിയിട്ടാണ് നമുക്ക്, അത് എവിടെയൊക്കെയാണ് ആ മണ്ണുകൾ കാണപ്പെടുന്നത് ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ മാപ്പുകളും ഓരോ ഫങ്ഷൻസ് ആണ് നിർവഹിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടേബിൾ നോക്കാം. അവിടെ പലതരത്തിലുള്ള മാപ്പുകളെ പറ്റി പറയുന്നുണ്ട്, അവയുടെ ഫങ്ഷൻസിനെ പറ്റി പറയുന്നുണ്ട്, അത് നോക്കാം. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് എ മാപ്പ്, മാപ്സ്. ഒന്നാമത്തെ പൊളിറ്റിക്കൽ മാപ്പ്, ഇൻഫർമേഷൻ ദാറ്റ് വി ഗെറ്റ്, അതായത് ഫങ്ഷൻസ്, അതിൽ നിന്നുള്ള ഫങ്ഷൻ എന്താണ് അല്ലെങ്കിൽ അതിൽ നിന്നിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേസ് ബൗണ്ടറീസ്, കൺട്രീസ്, സ്റ്റേറ്റ് ആൻഡ് സിറ്റീസ്. അതായത് അത് എന്താണ്, ബൗണ്ടറികളെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, രാജ്യങ്ങളെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റുകളെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, സിറ്റികളെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഫിസിയോഗ്രാഫിക് മാപ്പ് ഇൻക്ലൂഡ്സ് ജിയോഗ്രാഫിക്കൽ ഫങ്ഷൻസ് സച്ച് ആസ് മൗണ്ടൻസ്, റിവേഴ്സ്, പ്ലെയിൻസ്, പ്ലേറ്റ്യൂസ്, ഡെസേർട്ട് ആൻഡ് ഓഷ്യൻസ്. അപ്പം നമ്മൾ ജിയോഗ്രാഫിക്കൽ മാപ്പിൽ, ഭൂമിശാസ്ത്രപരമായ മാപ്പിൽ എന്തൊക്കെയാണ് വരുന്നത്? മൗണ്ടൻസ് ഉണ്ടാവും, റിവേഴ്സ് ഉണ്ടാവും, പ്ലെയിൻസ് ഉണ്ടാവും, പ്ലേറ്റോസ് ഉണ്ടാവും, ഡെസേർട്ടുകൾ ഉണ്ടാവും, ഓഷ്യൻസുകൾ ഉണ്ടാവും. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ മാപ്പ് includes major roads, national state highways, railways and water transport routes. അതായത് ട്രാൻസ്പോർട്ടേഷൻ മാപ്പിനകത്ത് വരുന്നത് നാഷണൽ സ്റ്റേറ്റിലുള്ള ഹൈവേസ്, റെയിൽവേസ്, അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് റൂട്ടുകളൊക്കെയാണ് വരുന്നത്. അടുത്തത് സോയിൽ മാപ്പ് ഷോസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ റീജിയൻ. അതായത് ഒരു റീജിയനിലെ പലതരത്തിലുള്ള സോയിൽ ഡിസ്ട്രിബ്യൂഷനാണ് അവിടെ വരുന്നത്. അടുത്തായിട്ട് പോപ്പുലേഷൻ മാപ്പാണ്, ഡിസ്പ്ലേസ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയൊക്കെയാണ് പോപ്പുലേഷൻ മാപ്പിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ മാപ്പിൻ്റെയും ഫങ്ഷൻസ് വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ടേബിളും കൂടി നിങ്ങൾ പഠിച്ചു വെച്ചോളുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഫങ്ഷൻസ് ഓഫ് ദ മാപ്പാണ്, മാപ്പുകളുടെ ഫങ്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മാപ്പുകളെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. ദ ഫങ്ഷൻസ് ഓഫ് ദ മാപ്പ്, ദ സ്കെയിൽ ഓൺ വിച്ച് മാപ്സ് ആർ യൂസ്ഡ്. അപ്പോൾ അതിലെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഫങ്ഷൻ വെച്ചിട്ട് മാപ്പുകളെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. അതാണ് പറയുന്നത് മാപ്സ് ക്യാൻ ജനറലി ബി ക്ലാസിഫൈഡ് ഇൻ ടു ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻസ്. ഫങ്ഷൻസ് വെച്ചിട്ട് മാപ്പുകളെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. അതിലെ ഒന്നാമത്തേതാണ് ഫിസിക്കൽ മാപ്പ്, രണ്ടാമത്തേത് കൾച്ചറൽ മാപ്പ്. അപ്പോൾ എന്താണ് ഫിസിക്കൽ മാപ്പ്, എന്താണ് കൾച്ചറൽ മാപ്പ് എന്ന് നോക്കാം. മാപ്സ് ദാറ്റ് ഡെപിക്ട് നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് എ റീജിയൻ സച്ച് ആസ് ടോപ്പോഗ്രാഫി, സോയിൽ, റിവർ, ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ. അതായത് മാപ്പുകൾ ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, സസ്യജാലങ്ങൾ ഇവയെ പറ്റിയുള്ള വിവരങ്ങൾ, അതായത് ഇതെല്ലാം നാച്ചുറൽ ഫീച്ചേഴ്സ് ആണ്, എന്ന് വെച്ചാൽ ഇതെല്ലാം പ്രകൃതിദത്തമായിട്ടുള്ള വിവരങ്ങളാണ്. അങ്ങനെ പ്രകൃതിദത്തമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മാപ്പുകളെയാണ് നമ്മൾ ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഫിസിക്കൽ മാപ്പ് ഒന്നുകൂടെ നോക്കാം. മാപ്സ് ദാറ്റ് ഡെപിക്ട്സ് natural features of a region such as topography, soil, rivers, climate and vegetation. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടോപ്പോഗ്രാഫിയും സോയിലും റിവറും ക്ലൈമറ്റും വെജിറ്റേഷനും ഒക്കെ ഉൾപ്പെടുന്ന നാച്ചുറൽ ഫീച്ചേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന മാപ്പുകളെയാണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. അടുത്തത് കൾച്ചറൽ മാപ്പ്, മാപ്സ് ദാറ്റ് ഡെപിക്ട്സ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഓർ കൾച്ചറൽ ഫീച്ചേഴ്സ്. അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള, മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന മാപ്പുകളെയാണ് കൾച്ചറൽ മാപ്പ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് മാപ്സ് ദാറ്റ് ഡെപിക്ട്സ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഓർ കൾച്ചറൽ ഫീച്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ ഡിവിഷൻസ് സച്ച് ആസ് കൺട്രീസ്, സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട്സ്
ആൻഡ് റോഡ്സ്, റെയിൽവേസ്, പോർട്സ്, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര. അതായത് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ ഡിവിഷൻസ്, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവുകൾ. അതേതൊക്കെയാണ്? കൺട്രീസ്, അപ്പം രാജ്യങ്ങളെ തന്നെ തിരിച്ചിരിക്കുന്നത് മനുഷ്യരാണ് തിരിച്ചിരിക്കുന്നത്, അല്ലാതെ പ്രകൃതിദത്തമായിട്ടുള്ളതല്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങളെ ഓരോന്നിനും തിരിച്ചിരിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. ആൻഡ് ഡിസ്ട്രിക്ട്സുകളെ തിരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആൻഡ് റോഡ്സ്, അത് റോഡുകൾ മനുഷ്യൻ നിർമ്മിച്ചതാണ്. റെയിൽവേസ്, അത് മനുഷ്യൻ നിർമ്മിച്ചതാണ്. പോർട്ട്, അതായത് തുറമുഖങ്ങൾ, അത് നമ്മൾ നിർമ്മിച്ചാണ്. പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ജനസംഖ്യ വിതരണം, അതെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഇങ്ങനെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ ഉൾപ്പെടുത്തുന്ന മാപ്പുകളെയാണ് കൾച്ചറൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, ഒന്നും കൂടെ നോക്കാം. ഫിസിക്കൽ മാപ്പ്, കൾച്ചറൽ മാപ്പ്. ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന മാപ്പുകളെയാണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. കൾച്ചറൽ മാപ്പ് എന്ന് പറയുന്നത് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദ ഫോളോയിങ് മാപ്സ് ആസ് എ ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്പ്. അതായത് താഴെ തന്നിരിക്കുന്നതിനെ ഫിസിക്കൽ മാപ്പ് എന്നും കൾച്ചറൽ മാപ്പ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഫിസിയോഗ്രാഫിക് മാപ്പ്. ഫിസിയോഗ്രാഫിക് എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മാപ്പാണ്. അത് ഫിസിക്കൽ മാപ്പാണ്, നാച്ചുറൽ ആയിട്ടുള്ളതാണ്. കുന്നുകളും മലകളും ഒക്കെ ഫിസിയോഗ്രാഫിക് മാപ്പിലാണ് വരുന്നത്. അത് മനുഷ്യനിർമ്മിതമല്ല, നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഫിസിക്കൽ മാപ്പാണ്. രണ്ടാമത്തേത് സോയിൽ മാപ്പ്. സോയിൽ മാപ്പ് എന്ന് പറയുന്നത് മണ്ണിനെ പറ്റിയുള്ള വിവരങ്ങളുള്ളതാണ്. അപ്പം സോയിൽ മാപ്പ് എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല, പ്രകൃതിദത്തമായിട്ടുള്ളതാണ്, നാച്ചുറൽ ആണ്. അപ്പോൾ അത് ഫിസിക്കൽ മാപ്പാണ്. മൂന്നാമത്തേത് ക്ലൈമറ്റ് മാപ്പ്. ക്ലൈമറ്റ് എന്ന് പറയുന്നതും എന്താണ്? മനുഷ്യനിർമ്മിതമല്ല, പ്രകൃതിദത്തമായിട്ട് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതും എന്താണ്? ഫിസിക്കൽ മാപ്പാണ്. അടുത്തത് വെജിറ്റേഷൻ മാപ്പ്. വെജിറ്റേഷൻ മാപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നൈസർഗിക സസ്യജാലങ്ങൾ, നമ്മുടെ ഭൂമിയിലുള്ള സസ്യങ്ങളെ ഉൾപ്പെടുത്തുന്ന മാപ്പ്. അത് എന്താണ്? പ്രകൃതിദത്തമായിട്ടാണ് സസ്യങ്ങൾ ഉണ്ടാകുന്നത്. അടുത്തത് റിവർ മാപ്പ്. ആ റിവർ മാപ്പും എന്താണ്? ഫിസിക്കൽ മാപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഫിസിക്കൽ മാപ്പാണ്. ഏതൊക്കെ? ഫിസിയോഗ്രാഫിക് മാപ്പ്, സോയിൽ മാപ്പ്, ക്ലൈമറ്റ് മാപ്പ്, വെജിറ്റേഷൻ മാപ്പ്, റിവർ മാപ്പ്. അടുത്ത മാപ്പ് നോക്കാം. പൊളിറ്റിക്കൽ മാപ്പ്. പൊളിറ്റിക്കൽ മാപ്പ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ ഭൂപടം. നമ്മുടെ രാജ്യങ്ങളെയൊക്കെ വേർതിരിക്കുന്നത് പൊളിറ്റിക്കൽ മാപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് കൾച്ചറൽ മാപ്പാണ്, എന്ന് വെച്ചാൽ മനുഷ്യനിർമ്മിതമാണ്. അടുത്തത് പോപ്പുലേഷൻ മാപ്പ്. അതും മനുഷ്യനിർമ്മിതമാണ്. ജനസംഖ്യ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. അത് കൾച്ചറൽ മാപ്പാണ്. അടുത്തത് എക്കണോമിക് മാപ്പ്. സാമ്പത്തിക ഭൂപടം എന്ന് പറയും. അതും മനുഷ്യനിർമ്മിതമാണ്. എക്കണോമി എന്നൊക്കെ പറയുന്നത് സാമ്പത്തികം മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്. അതെല്ലാം അത് കൾച്ചറൽ മാപ്പാണ്. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, അതായത് ഗതാഗത സംവിധാനം. അതും കൾച്ചറൽ മാപ്പാണ്. അപ്പം കൾച്ചറൽ മാപ്പ് ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ മാപ്പ്, പോപ്പുലേഷൻ മാപ്പ്, എക്കണോമിക് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്. അടുത്തായി ഒരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു. കോളം എ ആൻഡ് ബി ഗിവൺ ദ വേരിയസ് ഫീച്ചേഴ്സ് on the surface of the earth and the names of the map on which they are depicted. Connect them with lines. അതായത് വിവിധ തരത്തിലുള്ള സവിശേഷതകളും അവ ഉൾപ്പെടുന്ന മാപ്പുകളുടെ പേരും എയിലും ബിയിലുമായിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മളിത് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. എയ്ക്ക് തന്നിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ, മഴയുടെ വിതരണം. അത് ഏത് മാപ്പിലാണെന്ന് വലത് സൈഡ് നോക്കാം. അഗ്രികൾച്ചർ മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, ക്ലൈമറ്റ് മാപ്പ്, വെജിറ്റേഷൻ മാപ്പ്. അപ്പോൾ അതിൻ്റെ ആൻസർ ക്ലൈമറ്റ് മാപ്പ്. അടുത്തത് ഫോറസ്റ്റ് ഏരിയ. ഫോറസ്റ്റ് ഏരിയ എന്നുള്ളത് വെജിറ്റേഷൻ മാപ്പാണ്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. പാഡി ഫീൽഡ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അഗ്രികൾച്ചറൽ മാപ്പാണ്. അടുത്ത റോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ മാപ്പാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.